ഇൻസ്റ്റ തപ്പിയ പരിചയമില്ല. മെസ്സഞ്ചർ കയറി നോക്കിയപ്പോൾ വേണ്ട കിടക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മെസ്സേജ് എല്ലാം ഇതിപ്പോ അൺസെൻഡ് ചെയ്യണം. കൊച്ചി എന്ന് പറഞ്ഞാൽ വേറെ രാജ്യമാണ്. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് ഇന്ന് കോളേജല്ല മറ്റേ സ്കൂളിൽ ടൂർ പോകുമ്പോൾ കയറി ഇരുന്നാൽ മാത്രമേ ആ രാജ്യത്ത് ചിന്തിച്ച ഒരാളാണ് ഞാൻ. ദേവ് ചേട്ടന് കുറച്ച് പേടി സ്വപ്നമാണ് എന്റെ ഗെയിം ക്വസ്റ്റ്യൻസ്. എനിക്കിത് ശീലമായി. ഗെയിം ഒരു രസമില്ലാത്ത പോലെ. അപ്പോഴാണോ മനസ്സിലായത്? ഞാൻ അഭിനയിച്ച പടങ്ങൾക്കെല്ലാം ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതൊരു വലിയൊരു പ്രശ്നമായിട്ടൊന്നും കാണുന്നത്. കാരണം ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു 1 2 ടോക്സ്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് ടീം പരാക്രമം. അപ്പോ എന്തൊക്കെയാണ് നിങ്ങളുടെ പരാക്രമങ്ങൾ? നാട്ടുകാർ കാണാൻ പോവാണ് നിങ്ങളുടെ പരാക്രമം. അല്ല, പരാക്രമം ഒരു എന്താ പറയാ, ഈ പേര് പറയുന്ന പോലെ മറ്റേ അടിപിടി അതല്ല മൂഡ്. അതൊരു ലെയർ ആയിട്ടുണ്ട്. പക്ഷേ ഇത് മെയിൻലി ഈ പറയുന്ന ഫാമിലി ഫ്രണ്ട്ഷിപ്പ് അതിലൂടെയൊക്കെ പറഞ്ഞു വന്നൊരു കഥയാണ്. ഇപ്പം ട്രെയിലർ കഴിഞ്ഞിട്ട് വാഴയുടെ സ്പിൻ ഓഫ് ആണോ ഇടിപ്പടമാണോ അങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ ഓഡിയൻസിന് നിലനിൽക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? അങ്ങനെയല്ല, അല്ല അതുമായിട്ട് ഒരിതുമില്ല. വാഴയ്ക്ക് മുന്നേ കഴിഞ്ഞു. ഓക്കെ, വാഴയ്ക്ക് മുന്നേ ഷൂട്ട് കഴിഞ്ഞൊരു പടമാണ്. അത് തമ്മിലൊരു ബന്ധവുമില്ല. പിന്നെ കഥാപാത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം അങ്ങനെ സെറ്റ് ചെയ്യുന്നില്ല. കാരണം ഗുരുവായൂരിനകത്ത് അഭിനയിച്ചവരാണ് ഞാനും അമിതും ജോമനും. അപ്പം അടുത്തൊരു പ്രൊജക്റ്റ് വന്നപ്പോൾ പുതിയ ആൾക്കാരെ വെച്ചിട്ടൊരു പ്രൊജക്റ്റ് ദേവിൻ്റെ കൂടെയുള്ള അങ്ങനെയാണ് കാസ്റ്റൊക്കെ വരുന്നത്. പക്ഷേ വാഴ ഷൂട്ട് കഴിഞ്ഞ് വാഴ പെട്ടെന്ന് ഇറങ്ങി. ആ കോംബോ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നു. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഇത് അതിന്റെ ബാക്കിയാണോ എന്ന് കരുതുന്നു. ഓൾറെഡി വാഴ 2 അനൗൺസ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ആൾക്കാർ അതാണ്, അല്ലാതെ ഒരു ബന്ധമില്ല. ദേവ് ചേട്ടന്റെ കംപ്ലീറ്റ്ലി വേറൊരു ലുക്കാണ്. എങ്ങനെയാ എത്ര കഷ്ടപ്പെട്ടു ശരിക്കും ആ ഒരു ലുക്കിന് വേണ്ടിട്ട്? മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ബോഡി വെയിറ്റ് ഒക്കെ ഒരുപാട് കുറഞ്ഞ പോലെ. 6-7 കിലോ കുറച്ചു. അങ്ങനല്ല, ഞാൻ ചേട്ടൻ അല്ലാതെ ഭയങ്കര പ്രായമായിട്ടൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ. പക്ഷെ ഭയങ്കരമായിട്ട് യങ്ങായിട്ട് ഭയങ്കര ഈ പൊതുവെ എപ്പോഴും കുറച്ച് താടിയുള്ള ഇതാ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. ഇതിലാണ് ഇങ്ങനെ ഒരു കോളേജിന്റെ ഒക്കെ ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ട്രിം ചെയ്ത് ഒരു പുതിയൊരു ഫേസ്. ഓക്കെ, ഇവിടെ ഒരാളിരിപ്പുണ്ട്, സച്ചിൻ അല്ലേ? സച്ചിൻ വില്ലനായിട്ടാണ് ഈ മൂവിയിൽ വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതല്ലേ പറയാൻ പറ്റുള്ളൂ, വേറെ പറഞ്ഞോ. വളരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് മൂവി അല്ലേ? എന്റെ ഫസ്റ്റ് മൂവിയാണ്. അഭിനയിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു ചെറിയ റോള് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭീഷ്മപർവ്വത്തില് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്നായിട്ട് ആദ്യത്തെ. പരാക്രമത്തിലൊരു വില്ലൻ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത് എങ്ങനെയാ? ആക്ച്വലി അർജുനായിട്ടും ഞാനും അണ്ടർവേൾഡ് എന്ന് പറയുന്ന മൂവിയില് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് തൊട്ടേ ഞാൻ ഈ സബ്ജക്ട് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബന്ധം വളർന്നു വന്നപ്പോ സ്വാഭാവികമായിട്ടും ഇവൻ മറ്റേ അർജുനേട്ടന്റെ ചേട്ടാ കൂടെ കാണും ഞാൻ. എനിക്ക് മറക്കാൻ നിങ്ങള് മറ്റേ ദൈവതുല്യൻ അല്ല ദൈവമാണ് ദൈവമാണെന്നാണ് പറഞ്ഞത്. ചേട്ടന്റെ കൂടെ കാണും. എന്ത് നമുക്ക് ഒരുമിച്ചുണ്ടെന്ന് ഷൂട്ട് ഞാൻ പ്രീം പോസ്റ്റും 3 ദിവസം ഷൂട്ട് കഴിഞ്ഞു. ഇവന്റെ 4 ദിവസം ഓടിക്കഴിഞ്ഞപ്പോ പത വന്ന് 3-ാമത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോഴേ ഇനിയും ഈ ക്യാരക്ടറിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, വേറെ ആളെ കൊണ്ടുവരാൻ പറ്റത്തില്ല. വേണം എടുത്തത് ഞാൻ ഏടിപ്പണി എടുക്കും, അഭിനയിക്കുകയും ചെയ്യും. ഫസ്റ്റ് ഡേ ഞങ്ങള് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഫുട്ബോൾ സീക്വൻസ് ഷൂട്ട് ചെയ്യണം. പിന്നെ അവിടെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഒരു ആവശ്യമില്ല, വെറുതെ ഓടുക. അർജുന്റെ മുന്നിൽ കൂടെ 5 ക്ലാസ്സൊക്കെ ഓടി പണിയെടുക്കണം എന്നൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവന്റെ ഷൂട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞപ്പോ അവിടെ കണ്ടിന്യൂ നോക്കുന്ന ആളാന്ന് കൊണ്ട് നോക്കുമ്പോ അവൻ പറയാം, ഞാൻ നടനാണ്, ഞാൻ ആക്ടർ, എനിക്കൊന്നും ആളെ പിടിക്കാൻ പറഞ്ഞു. പുതുമുഖമാണ്, അപ്പൊ ഊക്ക് വണ്ടി ഞാനായിരിക്കും. പിന്നെ കേട്ടോണ്ടിരുന്നേ പറ്റുള്ളൂ. പടം കഴിഞ്ഞാലും നമ്മള് നിങ്ങളുടെ ടോട്ടൽ സെറ്റിന്റെ ഒരു വൈബ് ഇങ്ങനെ തന്നെ ആയിരുന്നായിരിക്കും അല്ലേ? ലൈക്ക് എല്ലാവരും
അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കൽ? എല്ലാരും സമപ്രായക്കാരാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രായക്കാരാണ് 10-35. സോറി, ഇവരൊക്കെ എന്നെ കളവിളേതാണ്. കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പമായിട്ട് തോന്നിയിരിക്കുന്ന അമിതേട്ടനാണല്ലേ? പക്ഷെ വാഴയിലും അങ്ങനെയല്ലേ? ധനുഷ്, കേരള ധനുഷ്, കേരള ധനുഷ്, കേരള ധനുഷായിട്ടാണ് ഞങ്ങൾ. സിജുവിനെ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു വേറൊരു വേർഷൻ പറയുവാണെങ്കിൽ ആരുടെ പറയും? കേരള, ഇപ്പൊ ധനുഷ് പറഞ്ഞല്ലോ, സിജുവിന് നമുക്ക് ആരെ കൊടുക്കാം? കേരള സിജു. പകരം വെക്കാത്ത മാറ്റൊരുക്കിന്റെ കാര്യം. ഇപ്പം സിജുവിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, രാത്രിയൊക്കെ ഇരുന്ന് ഡയറക്ടേഴ്സിന് മെസ്സേജ് അയക്കുമായിരുന്നു, എന്നിട്ട് അങ്ങനെ ചാൻസ് ചോദിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് എന്ത് ചെയ്തു? മറ്റേ എന്റെ ഓവർ തിങ്കിങ്, അതായത് രാവിലെ ആകുമ്പോ എല്ലാ ആൾക്കാരും മെസ്സേജ് അയക്കും. അപ്പൊ രാത്രി ആകുമ്പോൾ ഇവർക്ക് മെസ്സേജ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ ഞാൻ അന്നത്തെ കാലത്ത് മെസ്സഞ്ചറിൽ ഇങ്ങനെ കത്തിക്കിടക്കും. അപ്പൊ നമ്മൾ അവിടെ സിജു സണ്ണി മറ്റേ ആക്ടർ. സിനിമ അറിയാത്ത കാലമായിരുന്നു, അന്ന് സിനിമ അറിയില്ല, അതുകൊണ്ടാണ് നമ്മള് അങ്ങനെ അയച്ച്. പക്ഷെ അങ്ങനെ റിപ്ലൈ വന്നതൊക്കെ ഉണ്ട്. നൈസ് പരിപാടിയാണ്. അതെ, ഞാനും ചെയ്തിട്ടുണ്ട്. രണ്ടൈമിൽ പിടിക്കുന്നത് ഭയങ്കര നല്ലതാണ്. അത് വലിയൊരു വിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാന് പണ്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഗോകുൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് അയച്ചു കൊടുത്തു. അതായത് മരണമാസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് അയച്ചു കൊടുത്തിട്ട് പുള്ളി പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അന്നേരം വേറെ ആർട്ടിസ്റ്റിനെ ചേർന്ന്, ഈ ആർട്ടിസ്റ്റിനെ ചെയ്യാൻ പറ്റത്തില്ല, ഇത് മറ്റേ ഭയങ്കര ഇതാണ്. അന്ന് ലൂക്കേ ചെയ്തിട്ടിരിക്കുകയാണ്, പ്രൊഡ്യൂസറാണ് ഗോകുല്. ആ സമയത്താണ് അയക്കുന്നത്. ഓക്കെ, എന്നിട്ട് മരണമാസ സമയമാണ്. മരണമാസിന്റെ സമയമായപ്പോഴത്തേക്കിന് ടോയ്ചേട്ടൻ്റെ അടുത്ത് ഡയറക്ടർ സംസാരിച്ചിട്ട് പറഞ്ഞു, എടാ അതിന്റെ ഓൺലൈൻ ഡീറ്റെയിൽസും ഡയറക്ടറോട് പറഞ്ഞു ഗോകുലിനൊന്ന് അയച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പൊ തൊട്ട് ഗൂഗിൾ എന്ന് പറഞ്ഞ പേര്. അപ്പൊ ഞാൻ ചുമ്മാതെ ഇൻസ്റ്റ തപ്പിയ പരിചയമില്ല. ഞാൻ മെസ്സഞ്ചർ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. മെസ്സഞ്ചർ കയറി നോക്കി പോകണ്ട കിടക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അയച്ച മെസ്സേജ് എല്ലാം ഇതിപ്പോ അൺസെൻഡ് ചെയ്യണോ? മറ്റേ അൺസെൻഡ് ഒന്നും ഇല്ലല്ലോ, മറ്റേ ഇതിനകത്തല്ലേ, പഴയതല്ലേ. അന്നേരം ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ മരണവാസ് ഇപ്പൊ ചെയ്യുന്നത് അവരാണ്. EP ആയിട്ട് ഇറക്കി ചെയ്യുന്നത് ടിങ്സൺ ചേട്ടനും ഗോകുലും അവരൊക്കെയാണ്. അപ്പൊ ദേവ് ചേട്ടൻ എങ്ങനെയാണ് പരാക്രമത്തിലേക്ക് എത്തിയത്? പരാക്രമത്തിലേക്ക് എത്തുന്ന ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ്ക്ക് ഉണ്ട്. ഹാരിസ്ക്ക് ഈ പ്രോജക്റ്റ് അറിയാം, അർജുനുമായിട്ട് ഡയറക്ടറുമായിട്ട് കണക്ട് ഉണ്ട്. അപ്പൊ ഹാരിസ്ക്ക് അറിയാവുന്ന സബ്ജക്റ്റാണ്. അങ്ങനെ ഹാരിസ്ക്ക് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് കേട്ടു നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹൈദരാബാദിൽ ഒരു പടം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പോ അർജുൻ എന്നെ ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ പറയുന്നില്ല, നരേറ്റ് ചെയ്യുന്നില്ല, സ്ക്രിപ്റ്റ് അയച്ചു തരാം, ഒന്ന് വായിച്ചു നോക്ക്, വർക്കാവോ നോക്ക്. അങ്ങനെ ഞാനത് അന്ന് ഫ്രീ ആയിരുന്നു. വൈകിട്ട് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ അത്യാവശ്യം പെട്ടെന്ന് വായിച്ചിങ്ങനെ പോകുന്നുണ്ട് പരിപാടി. പിന്നെ അങ്ങനത്തെ ഒരു സ്പേസ് ഞാൻ ചെയ്തിട്ടില്ല, എല്ലാം കുറച്ച് സീരിയസ് റോൾസ് ഒക്കെ അതുവരെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വൈബ് ചെയ്തൊരു പടം ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോ രസമുണ്ട്, ചെയ്യാം എന്നുള്ളൊരു മൂഡിൽ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇങ്ങോട്ട് എത്തി എന്നെ ഈ പറഞ്ഞ പുരുഷപ്രേതം കണ്ടിട്ട് ഇതിന്റെ ചീഫ് അസോസിയേറ്റ് ഷെല്ലി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ഷെല്ലി ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട്, ഒരു ഓഡിഷൻ പോലെ ഉണ്ടെന്ന് വരുമെന്ന് ചോദിച്ചു. അങ്ങനെ ചെന്ന് കയറിയപ്പോഴത്തേക്ക് മേ ബി എൻ്റെ ക്യാരക്ടർ ഉണ്ടോ എന്തോ അത് കൺവിൻസ് ആയി അവിടെ ചെയ്ത പരിപാടി. അങ്ങനെ അർജുൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് അർജുൻ ചേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുകയായിരുന്നു. അങ്ങനെയാണ് സെലക്ട് ആയത്. ഇപ്പൊ വാഴയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ടോ? അത് സ്വാഭാവികമായിട്ട് ആ കാസ്റ്റ് തന്നെ വരുന്നു, അത് കാണുമ്പോഴത്തേക്ക് വരുമ്പോഴൊക്കെ ആൾക്കാരങ്ങനെ സംസാരിക്കും. നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ ഇപ്പം എന്താ പറയാ, സെയിം ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് സെയിം ക്യാരക്ടേഴ്സ് മീൻസ് സെയിം ഒരു ഏജ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആ ഒരു കോളേജ് സ്കൂൾ സ്റ്റുഡൻസ്? ഇല്ല, പക്ഷെ അങ്ങനത്തെ ഒരു മോഡ് ക്യാരക്ടേഴ്സ് ഡൈനാമിക്സ് വേറെ പരിപാടി അല്ല. വാഴ കുറച്ചല്ല, ഇച്ചിരി എല്ലാവരും ഹൈ, ചില ഓടിച്ചാടി, ഇത് അത്രയും ബഹളമൊന്നും ഇല്ലാത്ത ശാന്തമായ ഒരു ഇതാണ്. വേറൊരു മൂഡിലാണ്, അത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്തോ എടുത്തു ഗെയിം. ദേവ് ചേട്ടന് കുറച്ച് പേടി സ്വപ്നമാണ് എന്റെ ഗെയിം ക്വസ്റ്റ്യൻസ്. പണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ദേവേട്ടന്റെ അടുത്ത്, ജീവിതത്തിൽ ഏറ്റവും ബാഡ് ഡിസിഷൻ ചോദിച്ചപ്പോ ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കാൻ തോന്നിയതെന്ന് എന്റെ അടുത്ത് പറഞ്ഞു തിരിച്ച്.
ഷട്ട് ഡൗൺ ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മൂവിയുടെ പകുതിക്ക് ഉറങ്ങിപ്പോകാൻ ചാൻസ് ഉള്ളതാരാ ഈ കൂട്ടത്തിൽ? നിങ്ങളെ പറ്റിയിട്ട് പറയാനാട്ടോ, നിങ്ങളിൽ ഒരാളെ ചൂസ് ചെയ്യണം. അല്ല അതിപ്പോ ടാബിലൊക്കെ ഇരുന്ന് കാണുമ്പോ നമ്മൾ നൈറ്റിലൊക്കെ ഇരുന്ന് തിയേറ്ററിനകത്ത് കുറവായിരിക്കും, തിയേറ്ററിലൊന്നും ഇരുന്ന് ഞാൻ ഉറങ്ങത്തില്ല. അത് ഉറങ്ങത്തില്ല. പൈസ കൊടുത്ത് കാണുന്നില്ല. അല്ല തിയേറ്ററിൽ അങ്ങനെ പെട്ടെന്ന് ലൈൻസ് പഠിക്കുന്നതാരാ? അല്ലെങ്കിൽ ഒരു വരി മറക്കാതിരി ഡയലോഗ്സ് ഒക്കെ കൃത്യമായിട്ട് പറയുന്നത്? തെലുങ്ക് അപ്പൊ ഇവനായിരിക്കും കുറച്ചുകൂടെ. കരയാൻ ചാൻസ് ഉള്ളതാരാ സാഡ് മൂവി കണ്ടു കഴിഞ്ഞാൽ? ഞാനും നല്ല എന്തോ കഥയുണ്ട്. കമോൺ. ഞാൻ നന്നായിട്ട് ഞാൻ മറ്റേ തിയേറ്ററിൽ ഇരുന്ന് അറിയാം, ടാബിലൊക്കെ ആണെങ്കിൽ മറ്റേ മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒരാളാ. എനിക്ക് ഭയങ്കര പാടാ എന്ന് വെച്ചാ എനിക്ക് ഇമോഷൻസിന്റെ ഞാൻ മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞ് കണക്കെ തുടച്ച് പിന്നെ ഇരുന്നിട്ട് സെറ്റായിട്ടിരുന്ന് ബാക്കിയാണ് ഞാൻ. അങ്ങനെ എനിക്ക് ഭയങ്കര. ഒരു മൂവി തന്നെ വീണ്ടും വീണ്ടും കാണാൻ ചാൻസ് ഉള്ളതാരാ? എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു മൂവി. ഹൊറർ മൂവി സർവൈവ് ചെയ്യുന്നതാരാ? ഹൊറർ മൂവി കണ്ടാ പേടിക്കുന്നത്? സത്യത്തിൽ ഹൊറർ മൂവീസ് കൂടുതൽ വരുന്നത് ഇംഗ്ലീഷിലൊക്കെ. ഇവിടെ കുറച്ചല്ലേ വരുന്നുള്ളൂ. പക്ഷെ അത് ഞാനങ്ങനെ ഹൊറർ മൂവി കാണാൻ വലിയ താല്പര്യമുള്ള ഒരാളുമല്ല. കുറവാണെന്ന് ജോണറാണ് ഹൊറർ. പിന്നെ രാത്രി കാണാറില്ല, രാവിലെ കോമഡി ഒക്കെ ആണെങ്കിലും സ്ത്രീ ടു അതൊക്കെ അല്ല. എനിക്ക് പറ്റൂല ഹൊറർ ആണ്. ഞാൻ കോൺജൂറിംഗ് ഒക്കെ മറ്റേ നട്ടുച്ചയ്ക്കൊക്കെ ജനലൊക്കെ തുറന്നിട്ടൊക്കെയാണ് ഇരുന്ന് കണ്ടു തീർത്തത്. എന്നെ കൊണ്ട് പറ്റൂല. എല്ലാരും പിഞ്ചു എനിക്ക് പക്ഷേ ഹൊറർ ഭയങ്കര ഇഷ്ടമുള്ള ജോണറാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കാണുന്നത് ഹൊറർ. ഇവനാണ് ഏറ്റവും ഓക്കെ സോറി മൈൻഡ് പോലും ആക്കണ്ട. ഫേവറേറ്റ് മൂവി ജോണർ? ഫേവറേറ്റ് എല്ലാ ടൈപ്പിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാം കാണും. ഇന്ന ജോണർ ഒന്നുമില്ല. ഒരു മൂവി കണ്ടോണ്ടിരിക്കുമ്പോ ട്വിസ്റ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആർക്കാ? അത് ആർക്കാന്ന് വെച്ചാൽ ഞാൻ ചിലതൊക്കെ കണ്ടു. വികസി കണ്ടിട്ടില്ല. വെച്ചിട്ട് പറയാലോ. വൈബ് വെച്ച് ഞങ്ങൾ 30 ദിവസത്തെ ഓക്കെ, എന്റെ ഗെയിം ഞാൻ നിർത്തേണ്ട വരുന്നതാണ് തോന്നുന്നത്. ഓക്കെ, ഈ കൂട്ടത്തിൽ ആരാണ് ഭാവിയില് സ്വന്തം മൂവി ഡയറക്ട് ചെയ്യുന്നത്? എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ടോ, ആഗ്രഹമുണ്ടോ? ലൈക്ക് ഒരു ഡിറക്ഷൻ എന്നുള്ള ഒരു ലെവലിലേക്ക് അതിനെ പറ്റിട്ടൊന്ന് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയാണ്. കാരണം ഓൾറെഡി അമിത് ഐഡിയായിട്ട് ഞാൻ 10 വർഷത്തോളം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. എനിക്ക് മേക്കിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, ഡയറക്ഷനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. ആക്ടിങ് പോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആണോ അതോ കുറച്ചും കൂടെ കൂടുതൽ ഡിറക്ഷൻ ആയിരിക്കുമോ? എനിക്ക് ആക്ച്വലി ഈ റീസെന്റ് ആണ് അഭിനയിക്കുന്ന സാധനത്തിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങുന്നത്. അതുകൊണ്ട് രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. ദേവചേട്ടൻ ഡിറക്ഷൻ അല്ലെ ഏത് മേഖല? ഇപ്പം ആക്ടിങ് അല്ലാതെ ഏതായിരിക്കും? ഇപ്പൊ ആക്ടിങ് ഒന്ന് സെറ്റായി വന്നിട്ടേ അതിനെ പറ്റി ആലോചിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഗെയിം മാറ്റാം, ഗെയിം ഒരു രസമില്ലാത്ത പോലെ. അപ്പോഴാണോ മനസ്സിലായത്? ചിലപ്പോ ചെയ്യാതിരിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു പ്ലാനോ ഒന്നുമില്ല, നടക്കണമായിരുന്നു. ആർക്കുമില്ല. ചേട്ടാ എന്തുകൊണ്ടാ ഭാവിയിൽ ഡയറക്ട് ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ? ചുമ്മാ ആലോചിക്കാല്ലോ, ഇതിനകത്തൊന്നും വലിയ പൈസ വലിയ പൈസ ആവണമെന്ന് ഇതിനങ്ങനെ ചിലവുകളൊന്നും ആഗ്രഹിക്കാം. സച്ചിന് ഐഡിയ ആണ്, ആഗ്രഹമുണ്ട്. ബട്ട് ഇവഞ്ച്വലി നടക്കുന്നെങ്കിൽ നടക്കട്ടെ. ഇപ്പൊ കറന്റ്ലി ആക്ടിങ് മാത്രമേ ഉള്ളൂ. ഇപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് മൂവിയില് പല മേഖലകളിലായിട്ട് വർക്ക് ചെയ്യുന്ന കൂടുതൽ ആൾക്കാർക്കും ആക്ടിങ്ങിനോടാണ് താല്പര്യം. ഇപ്പം എ ഡി ആയിട്ട് കെയർ ചെയ്ത് ആക്ച്വലി മൂവി ഞാൻ ആക്ടിങ്ങിനായിട്ട് വേണ്ടിയാണ് ഞാൻ എ ഡി ആയത് തന്നെ. പിന്നെയാണ് എനിക്ക് ഡയറക്ഷനോട് ഒരു ചെറിയ ചരിവൊക്കെ തോന്നിയത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇപ്പം മേക്കപ്പ് ചെയ്യുന്നവര് അല്ലെങ്കിൽ എ ഡി ആയിട്ട് നിൽക്കുന്നവർ അവർക്കൊക്കെ ഒരുപാട് മൂവിയോട് ഭയങ്കര ആക്ടിങ്ങിനോട് ഭയങ്കര താല്പര്യമുള്ളവരായിരിക്കും. എല്ലാവർക്കും അഭിനയത്തിനോട് താല്പര്യം എല്ലാവർക്കും ഇൻട്രസ്റ്റ്. എല്ലാരും ഇങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. അതെല്ലാവർക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ഉണ്ടോ? കാരണം കൂടുതൽ ലേഡീസും ഒക്കെ ആയിട്ട് വരുന്നവരൊക്കെ ആക്ടിങ് നോക്കി പറ്റാതെ വരുമ്പം എങ്ങനെങ്കിലും സിനിമയ്ക്കകത്തൊരു ഭാഗമായിട്ട് നിൽക്കുക, എന്നിട്ട് ചെറിയ ചെറിയ റോളുകൾ
പെട്ടെന്ന് അങ്ങനെ കയറുക, അങ്ങനെ ചിന്തിച്ച് വരുന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഭയങ്കര, കാരണം അവര് സിനിമ കണ്ടിട്ട് സിനിമയിൽ കയറാൻ പറ്റാതെ വന്നപ്പോൾ അവര് പെട്ടെന്ന് ഏതെങ്കിലും ഒരു മേഖലയുടെ അസിസ്റ്റന്റ്, ലൈറ്റ് ബോയ്, ആർട്ട് എല്ലാത്തിൻ്റെ എങ്കിലും അസിസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് സിനിമയുടെ ഭാഗവുമാണ്, സിനിമ അടുത്തിരുന്ന് കാണുകയും ചെയ്യാം. അവിടുന്ന് നേരെ അടുത്തതിലേക്ക് പോകുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ചില ആൾക്കാരുണ്ട് സിനിമ ആഗ്രഹവും ഉണ്ട്, പക്ഷെ അവര് വേറെ സേഫ് സോണിൽ നിൽക്കുകയും വേണം. പക്ഷെ അങ്ങനെയുള്ളത് മാറിയിട്ട് ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോ ഇപ്പൊ ഇന്നാള് നമ്മളൊരു കാരവന്റെ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് ചേട്ടാ എനിക്കൊരു കഥ പറയണമെന്നുണ്ട്. അത് ഭയങ്കര ഭയങ്കര രസം അത് കേട്ടോ പോയി. ചേട്ടാ എന്തായാലും കേൾക്കാം, നമുക്ക് എന്താ. അപ്പൊ ആ പുള്ളി പറയാം എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല, പക്ഷെ എന്റെ മനസ്സിലൊരു സാധനം ഉണ്ട്, ഇതിങ്ങനെ സിനിമയെ കാണണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും കേൾക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഞാൻ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാമെന്ന്. ഞാൻ അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് 2-3 പ്രാവശ്യം കേൾക്കാം. അല്ല അത് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഒരേ ഒരു ഇഷ്ടമല്ലേ സിനിമ എന്നുള്ളതാണ്. എല്ലാരും പിടിച്ചു നിർത്തുന്ന ഒറ്റ കാര്യമാണ് സിനിമ. ഓക്കെ, ഇപ്പം വാട റിലീസിന് ശേഷം OTT റിലീസിന് ശേഷം ഒരുപാട് ക്രിറ്റിസിസംസ് കിട്ടിയായിരുന്നു. സ്വയം സ്വന്തം എന്നെ ആരും ട്രോൾ ഉണ്ടാ, ഞാൻ തന്നെ ട്രോളിക്കോളാന്നിട്ട് ഓടയെന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ലൈക്ക് തിയേറ്ററിൽ നല്ല വരവേൽപ്പായിരുന്നു. OTT റിലീസിന് ശേഷം സാധാരണ നേരെ തിരിച്ചാണ് കണ്ടിട്ടുള്ളത്. തിയേറ്ററിൽ അധികം റൺ ആവാത്ത മൂവീസ് OTTക്ക് ശേഷം ഭയങ്കര ഹൈപ്പിലേക്ക് പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് നിങ്ങൾക്ക് OTT ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് മോശപ്പെടുന്ന എല്ലാ ആൾക്കാരും രോമാഞ്ചത്തിൽ ആഘോഷിച്ചു. വന്നപ്പോഴത്തെ ഇത് എനിക്കിത് ശീലമായി. രോമാഞ്ചം തിയേറ്ററിൽ ആഘോഷിച്ചു, തിയേറ്ററിൽ OTT വന്നപ്പം നടക്കും. ഇപ്പം ഞാൻ അഭിനയിച്ച പടങ്ങൾക്കെല്ലാം ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതൊരു വലിയൊരു പ്രശ്നമായിട്ടൊന്നും കാണുന്നത്. കാരണം OTT പ്ലാറ്റ്ഫോം ഒരു മോശപ്പെട്ട ഇതല്ല, എല്ലാവരും മറ്റേ പൈസ കൊടുത്ത് തന്നെ കാണുന്നുണ്ട്. തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണുന്ന പോലെ തന്നെയാണ് OTTയിൽ മാസം സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണുന്നത്. അവർക്ക് വിമർശിക്കാനുള്ള എല്ലാവിധ റൈറ്റുമാണ്. അത്രേ ഉള്ളൂ. അത് അവർ വിമർശിക്കുന്നു, കേൾക്കണമെങ്കിൽ കേൾക്കാം, കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അഭിപ്രായം എല്ലാവർക്കും. അല്ലാതെ നിങ്ങൾ OTT കണ്ടവരാരും ഈ പടത്തെ വിമർശിക്കാൻ പാടില്ല. തിയേറ്ററിൽ കണ്ടവരും അതൊന്നുമില്ല. വിമർശനം എല്ലാവർക്കും പറയാം, ആരോഗ്യപരമായ വിമർശനം. അമിത് എങ്ങനെയായിരുന്നു നോക്കി കാണുന്നത്? എന്തിനാ ഈ പറഞ്ഞ അല്ല അതാ ഞാൻ പറഞ്ഞേ, അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അത് എങ്ങനെ വേണോ പ്രസന്റ് ചെയ്യാം, അത് പ്രശ്നമില്ല. ഈ പറഞ്ഞ ആരോഗ്യം ഹെൽത്തി ആയിരിക്കണം എന്നേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. നല്ലത് പറയുമ്പോൾ നമുക്ക് സന്തോഷം വരുന്ന അത്ര മറ്റു പറയുമ്പോൾ കേൾക്കാം. സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. നമ്മൾ കുറെ പേര് ഒരു 200 പേരുന്ന സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബല്ലല്ലോ നമ്മൾ ഒരു ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്നത്. ഭയങ്കര ഡിഫറെന്റാ. അപ്പൊ ചിലപ്പോ ആ കാണുന്ന ആൾക്ക് ചിലപ്പോ അത് അത്ര വർക്ക് ആയിക്കോളണമെന്നില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് കാര്യം വ്യൂവിങ് ഭയങ്കര ഡിഫറെന്റ് അല്ലേ. അപ്പൊ ആ കാണുന്ന ആൾക്ക് അപ്പൊ അത് വർക്കായില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വ്യക്തിപരമായിട്ട് ആരോഗ്യപരമായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ക്രിട്ടിസൈസ് ചെയ്യരുതെന്ന് അങ്ങനെ. അപ്പം നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഒരേപോലത്തെ ഡ്രീം ആയിരുന്നല്ലോ മൂവി എന്ന് പറയുന്നത്. അപ്പോ അന്ന് സ്വപ്നം കണ്ട ആ പ്ലേസിലാണോ നിങ്ങളിപ്പോ നിൽക്കുന്നത്? അതിനേക്കാളും കുറച്ചുകൂടെ മുകളിലാണ്. നമ്മള് മറ്റേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിക്കണം, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിക്കണം, ഒരു പടം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ബാക്ക് ടു ബാക്ക് എല്ലാവർക്കും പടങ്ങളുണ്ട്, എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും വിളിക്കുമ്പോൾ ലൊക്കേഷനിലാണ്, എല്ലാവർക്കും നല്ല ക്യാരക്ടർ റോളുകൾ. പണ്ട് പാസിങ് എങ്കിലും കിട്ടണേ, ഒന്ന് ജസ്റ്റ് ഒരു അവിടെ എവിടെയെങ്കിലും ഒന്ന് നിൽക്കണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വലിയ വലിയ ഡയലോഗുകൾ അത് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളൊക്കെ ഒത്തിരി. അല്ല അത് കറക്റ്റാണ്. സിജു പറഞ്ഞ പോയിന്റ് തന്നെയാണല്ലേ ശരി. നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് വരിക, നമ്മൾ ക്യാമറയിൽ എങ്ങനെ നമ്മളെ കാണില്ല, വലിയ സ്ക്രീനിൽ എങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടും, ഇങ്ങനെയൊക്കെ കുറേ തോട്ട്സ് ഉണ്ടാവില്ലേ. അപ്പൊ അതിൽ നിന്ന് മാറി അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു സിനിമയിലേക്ക് നമ്മളെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ വെച്ച് കുറെ പൈസ ഒരു പ്രൊഡ്യൂസർ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു കഥ വരിക, നമ്മളൊരു അപ്പൊ അതൊരു ഭയങ്കര ജേണി. അത് ഞങ്ങളുടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അതിലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. സെയിം ഇതിലിപ്പോ മാറ്റി പറയാൻ അല്ല വേറൊന്നും കൊണ്ടല്ല, അത് അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാവരും ഇതേപോലെ ആഗ്രഹിച്ച് വന്നവരാണ്. ഈ പറയുന്നത് ഈ സ്പേസിൽ നിൽക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അതിപ്പോ പറ്റുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ കാര്യം. അതെ, ഇതേപോലെ തന്നെ. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുമ്പോൾ അതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഇന്റർവ്യൂസ് കാണുമ്പോൾ എവരുടെയൊക്കെ കാണുമ്പോൾ ഇനി എനിക്ക് എന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ട് ഔട്ട് ഓഫ് ദി ബ്ലൂ ഞാൻ ഇപ്പോൾ ഇവരുടെ കൂടെ ഇരിക്കുക. അത് ഒരു ചെറിയ കാര്യമല്ല, അതൊക്കെ ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ് ഓബ്വിയസ്ലി. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഫണ്ണി ക്യാരക്ടർ, എന്ത് ടൈപ്പ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം? എല്ലാം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ
ഇപ്പോൾ ഇപ്പം ഞാൻ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കോമഡി വരുന്നു, രോമാഞ്ചത്തിൻ്റെ ബേസിൽ എനിക്ക് കോമഡിയുള്ള സബ്ജക്റ്റ് വരുന്നു. അപ്പം അത് കഴിഞ്ഞിപ്പം വാഴയ്ക്കകത്ത് ഇമോഷൻ ചെയ്തപ്പോൾ ഇപ്പോൾ കൂടുതലും ഇമോഷണൽ, പിന്നെ അതേപോലെ തന്നെ വാഴയ്ക്കകത്തെ റൊമാൻറ്റിക് സീൻ വെച്ചിട്ട് ഇപ്പോൾ കുറേ റൊമാൻറ്റിക് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ പടങ്ങൾ കഴിയുമ്പോഴാണ് അത് ക്യാരക്ടർ നമുക്ക് മറ്റതിലേക്ക് ഇയാളെ മറ്റേത് ചിലപ്പം ഓക്കെ ആകും. ഇനിയിപ്പം വില്ലൻ ചെയ്യണമെന്ന് പണ്ട് തൊട്ട് ആഗ്രഹമാണ്. അപ്പം അത് ചെയ്യണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനൊരു അയ്യോ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ കൈൻറ്റിൻ്റെ കൂടെ ഞാനൊരു മ്യൂസിക്കൽ വീഡിയോയ്ക്കകത്ത് ഒരു ചെറിയൊരു സാധനം ഒരു കുറച്ച് സെക്കൻഡുള്ള ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡാണ്. അപ്പം അത് കണ്ടിട്ട് എന്നോട് പറഞ്ഞ് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. പക്ഷെ അങ്ങനെ ക്യാരക്ടറൊന്നും വന്നിട്ടില്ല. പക്ഷേ അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇത്രയിലെ പരിപാടികളൊക്കെ. ഓക്കെ, ഇങ്ങനെ ഒരു ഫണ്ണി എന്ന് പറയുന്ന ഒരു ടൈപ്പിലേക്ക് കാസ്റ്റ് ചെയ്ത് പോവാതെ ഡിഫറെന്റ് വേഴ്സറ്റൈൽ ക്യാരക്ടേഴ്സ് അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നുള്ളതല്ല. ഇപ്പം ഫണ്ട് ഏതാണെങ്കിലും നമ്മൾ അഭിനയിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഫണ്ണി ആണെങ്കിലും ഇപ്പം ഇമോഷണൽ ആണെങ്കിലും ഏതാണെങ്കിലും അഭിനയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ടൈപ്പ് കാസ്റ്റ് ആകുക എന്നുള്ളത് നമ്മളത് ഒരുപോലെ അഭിനയിക്കുമ്പോഴാണല്ലോ അത് ടൈപ്പ് കാസ്റ്റ് ആകുക. അത് നമ്മൾ കുറേ കഴിയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ടൈപ്പിൽ ഇപ്പം ഇങ്ങനെ ആണെങ്കിൽ ലൗഡ് ആണെങ്കിൽ ഇനി കുറച്ചൊന്ന് ലൗഡ് താത്തിട്ടുള്ള കോമഡികൾ നോക്കാം. അങ്ങനെയും ചെയ്യാമല്ലോ. എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. നമ്മളതെല്ലാം ഇങ്ങനെ ഓരോരോ പടങ്ങൾ കഴിയുമ്പോഴാണ് ഓരോന്നും പഠിക്കും. ഞാനിപ്പോൾ ആദ്യത്തെ പടത്തിൽ അഭിനയിച്ചതുപോലെ ആയിരിക്കത്തില്ല ഓരോരോ പടങ്ങൾ. ഓരോ ഡയറക്ടർമാർ ഓരോ രീതിയിലായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, ഓരോ രീതിയിലായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓരോരുത്തരിൽ ഓരോ നമ്മൾ പഠിക്കും. അങ്ങനെയൊക്കെയാണ്. കുറേ പടങ്ങൾ കഴിയുമ്പോഴേ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ പഠിക്കാൻ പറ്റും. തുടക്കമാണ്. ഓക്കെ, ചേട്ടന് പരാക്രമ മൂവി ഏറ്റവും സ്പെഷ്യൽ ആക്കുന്ന ഒരു കാര്യം എന്താണ്? അല്ല, ഞാനിങ്ങനെ ഒരു വേറെ ലുക്കിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പടമാണ്. പിന്നെ ഇങ്ങനെ നമ്മുടെ കുറെ ഇപ്പത്തെ ഒരു വൈബിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു പടം. അതെ, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡയലോഗിൽ കോൺഷ്യസ് ഒന്നും ആവാതെ. പൊതുവെ നമ്മൾ കുറച്ച് സീനിയേഴ്സിനോട് ഇപ്പൊ ഇതില് രഞ്ജി സാറും മാം ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവും. പക്ഷെ ഞാൻ അതിനു മുമ്പ് ചെയ്ത പടങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും തെറ്റിക്കുന്നോണ്ട് കുറച്ചുകൂടെ അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന പടം ഇതായിരിക്കും. അങ്ങനെ ഭയങ്കര കോൺഷ്യസ് അല്ല. അല്ലെങ്കിൽ നമ്മളൊരു പ്ലേ പ്ലാൻ ചെയ്ത് വെക്കുന്നു. അപ്പൊ സിജുന്റെ അഭിപ്രായം പറയുന്നു, അമിത്തിന്റെ പറയുന്നു, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. അപ്പൊ അർജുൻ അത് വർക്കാണെങ്കിൽ അല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇവിടേക്കാർ അർജുൻ പറഞ്ഞാൽ ചെയ്യാൻ പറയും. അപ്പൊ കുറച്ചുകൂടെ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പരാക്രമം. അതങ്ങനെ ഒരു സ്പെഷ്യൽ മൂവിയാണ്. അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാം സ്പെഷ്യലാണ്, എല്ലാ പടവും സ്പെഷ്യൽ തന്നെയാണ്. പരാക്രമത്തിൽ അമന്തേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. കുറച്ചുകൂടെ ഞാൻ ഇപ്പോൾ വാഴ ചെയ്ത പോലെ വാഴയിൽ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഇത് കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഡൈനാമിക്സ് മാറുന്ന പരിപാടി ഹാപ്പി, അതാണ് സ്പെഷ്യൽ. ഈ മൂവി ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളിപ്പോ മൂവിയിൽ വന്നതിന് ശേഷം നമുക്ക് ആദ്യമേ ഒരു വിചാരം ഉണ്ടാവില്ല സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എന്നൊരു ചിന്ത ഉണ്ടാവും. സിനിമയിൽ വന്നതിന് ശേഷം മനസ്സിലാക്കി ഇങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ചോദിച്ചാൽ എന്ത് പറയും? മനസ്സിലായില്ല. ദേവചേട്ടന് മനസ്സിലായി. സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമ ഇങ്ങനെയാന്ന് വിചാരിച്ചു. സിനിമയിൽ വന്നിട്ട് ഇത് ഇങ്ങനെയൊന്നല്ല, ഇത് ഇങ്ങനെയാണെന്ന് തോന്നി. അതെ, അങ്ങനെ വല്ല കാര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? ദൈവമേ ഇല്ലേ. അല്ല അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നമ്മളൊക്കെ എവിടെങ്കിലും ഒന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ അതല്ലാതെ ഇത് അങ്ങനെ അല്ല ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും നമുക്കുള്ളതില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എവിടെയെങ്കിലും നിന്ന് അല്ല. എന്നാലും നമുക്ക് ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് സിനിമയിൽ അഭിനയിക്കുന്നവര് വേറെ യൂണിവേഴ്സിലുള്ളവരാണ്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല? അത് തോന്നുന്നല്ലേ അത്. അല്ല അങ്ങനെയല്ല, സിനിമ വേറെ എവിടെയോ നടക്കുന്ന ഒരു സംഭവമാണെന്നാണ് വിചാരിച്ചത്. അടുത്തറിയുമ്പോഴത്തേക്കല്ല, ഇപ്പൊ നിങ്ങൾ ആക്ടേഴ്സ് ഒക്കെ അടുത്ത് വരുമ്പോഴത്തേക്കാണ് ശരിക്കും നോർമൽ പീപ്പിൾ ആണെന്ന് മനസ്സിലാക്കി. ഞാനൊക്കെ കൊച്ചില് ശരിക്കും വിചാരിച്ചിട്ടുണ്ട് വേറെ എവിടേക്കോ നടക്കും. കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ രാജ്യമാണ്. ചെറുപ്പത്തില് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ രാജ്യമാണ്. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് ഇന്ന് കോളേജല്ല മറ്റേ സ്കൂളിൽ ടൂർ പോകുമ്പോൾ കയറി ഇരുന്നാൽ മാത്രമേ ആ രാജ്യത്ത് ചിന്തിച്ച ഒരാളാണ് ഞാൻ. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കാൻ ലേറ്റ് ആയാൽ പോയി, കൊച്ചി ജീവിതം കഴിഞ്ഞു. പണ്ട് ടൂർ പോകുമ്പോ അങ്ങനാണല്ലോ, മറ്റേ 3:30 എഴുന്നേറ്റിരുന്നിട്ട് മറ്റേ ബാഗൊക്കെ പാക്ക് ചെയ്ത് തോർത്തൊക്കെ എടുത്ത് ഫിക്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് മറ്റേ വീട്ടുകാർ കൊണ്ടുവന്ന് ബെസിക്കേറ്റ് ഇരുത്തുന്നു. നമ്മളൊന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേനും കൊച്ചിയിലാണ് വീഗാലാൻഡ് തിരിച്ചു. അപ്പൊ നമ്മള് കാണുന്നത് എന്താണ്? വീഗാലാൻഡ് എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ പത്തനംതിട്ടയിൽ അങ്ങനെ ഇല്ല. അപ്പൊ മനസ്സിലായി ഇത് വേറെ ഏതോ രാജ്യം, വേറെ ഏതോ ഒരു യൂണിവേഴ്സ്. പിന്നീടാണ് മനസ്സിലായത് എടാ മണ്ട രാവിലെ എഴുന്നിട്ട് പോയാൽ അത്. അങ്ങനൊക്കെ സിനിമ കാണുമ്പോഴും അതൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലായത് ഇത് അങ്ങനല്ല, ഇതിങ്ങനെയാണെന്നൊക്കെ.
ഒന്നും പറയുന്നില്ല. അതെ, അങ്ങനെ ഫസ്റ്റ് പടത്തിന് ആണ് ഞാൻ ആദ്യമായിട്ടൊരു സെറ്റിൽ പോകുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അത് അവിടെ പോയിട്ട് മനസ്സിലാക്കില്ല. മുമ്പ് ഒരു വേറെ രീതിയിൽ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എല്ലാം അവിടെ പോയപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലായത്. പിന്നെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം, അപ്പൊ അതുപോലെ ചെയ്തു, അത്രേ ഉള്ളൂ. അമിതേട്ടൻ ഈ പറഞ്ഞ പോലെ ഡിറക്ഷൻ എന്ന് പറയുന്ന ഒരു താല്പര്യം വന്നത് എങ്ങനെയാ? ഞാൻ ഈ പറയുന്ന പോലെ കൊച്ചിലെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പണ്ട് വീട്ടുകാർ കൊണ്ടുപോകുന്നതാണ്, നമ്മൾ അഭിനയിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോകുന്നതാണ്. അപ്പം അങ്ങനെ പോയി 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 എനിക്ക് മനസ്സിലായി, ഓക്കെ ഡയറക്ടർ എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ ഏറ്റവും കിടിലം. പക്ഷേ നോർമലി അപ്പം അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, അയാളാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. എല്ലാവരും എന്ത് ചെയ്യണം, എന്ത് നടക്കണം എന്ന് പറയുന്നത് ആ പരിപാടി, ആ പ്രോസസ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ നമുക്കൊരു ഏജ് ആയപ്പോൾ ഒരു 19 വയസ്സായപ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഉറപ്പിച്ച് ഓക്കെ മേ ബി അതായിരിക്കാം എൻ്റെ സാധനം എന്നായിരുന്നു. നമ്മൾ അതിനോട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ്. സിജുവിന്റെ ഈ പറഞ്ഞ പോലെ ഉള്ളിലൊരു നടനുണ്ടെന്ന് മനസ്സിലായത് എപ്പോഴാ? പണ്ട് സ്കൂള് ഇത് തന്നെ ആദ്യം മമ്മിയൊക്കെയാണ് തുടങ്ങി വെക്കുന്നത്. സ്കൂളിലുള്ള പരിപാടിയിലെല്ലാം കൊണ്ട് ചേർക്കുക, നീ അതിന് പേര് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കിടുക. നീ എന്തോ അതെന്താ പേര് വെക്കാൻ മറ്റേ വീട്ടുകാരനാണ് തുടക്കം ഇട്ടത്. വീട്ടുകാരിത് മറ്റേ രസത്തിന് തുടക്കം ഇട്ട് വെച്ച് തന്നു. ചെറുപ്പം തൊട്ടേ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ കിടക്കുന്നു. ഇതിന് നമ്മളിത് മറ്റേ ഇതിന്മാരടുത്ത് തലയെ വെക്കുന്ന ആരും വിചാരിച്ചില്ല. ഇനി ഞാൻ സിനിമയുടെ പുറകെ എങ്ങനെ പുറകെയാണെന്ന് പറഞ്ഞപ്പോഴത്തേന് ഭയങ്കര പ്രശ്നം. അതെന്ത് സിനിമ പോടോ. പക്ഷെ വീട്ടുകാരെന്നാണ് മറ്റേ നാടോടി നൃത്തം, കലോത്സവത്തിനൊക്കെ മറ്റേ കൈ പിടിച്ചോണ്ട് ഓടും. അങ്ങനെ നമ്മളെ ഇത് ചെയ്തിട്ട് എന്നാ ഞാൻ ഇതങ്ങ് പ്രൊഫഷൻ ആക്കുവാന്ന് പറഞ്ഞിട്ട് അതെന്താ നീ മറ്റേ അത് ഇതാണ്. ദേവചേട്ടനുണ്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി? എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. സ്റ്റേജിൽ കയറാൻ എനിക്ക് ഇത്തിരി സീനാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റേജിൽ കയറാത്ത പരിപാടികളൊക്കെ നോക്കുള്ളൂ. അപ്പൊ ഇവരെ കൂടെ പോവാ. പക്ഷെ അച്ഛനെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കുമായിരുന്നു. ഒന്നും ചെയ്യൂല, എല്ലാവരും ചെയ്യുന്ന ബാക്കിലേക്ക് കറക്റ്റിന്റെ വിലും ഇതിനെ ഓടുന്ന അത് ഭയങ്കര രസമാണ് ആ ഒരു പരിപാടി. പക്ഷെ എനിക്ക് മുമ്പിലേക്ക് വരാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോ പിന്നെ ഒരു ഇഷ്ടമുണ്ട് ഇങ്ങനെ ഒരു ചെയ്ത് നോക്കണം എന്നൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഞാനപ്പോ ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ നമുക്കൊരു ആഗ്രഹം ഉണ്ട്, ചെയ്യണം. അപ്പൊ എനിക്ക് ആദ്യം തിയേറ്റർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബേസിക്കലി തൃശ്ശൂരാണ്, ഇരിഞ്ഞാലക്കുടയാണ്. തൃശ്ശൂർ അത്യാവശ്യം തിയേറ്റർ ആക്റ്റീവ് ആയിട്ടുള്ള സ്പേസ് ആണ്. പക്ഷെ അങ്ങനെ അവിടെ പോയൊരു കുറെ സമയം നമ്മൾ അതിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എനിക്കൊരു ജോലി കിട്ടി. പിന്നെ ഒബ്വിയസ്ലി ഫാമിലിയിൽ നിന്ന് ഒരു ഫോഴ്സ് വരുമല്ലോ, ജോലി, പിന്നെ അതിന്റെ പിന്നാലെ പോവുക. അപ്പൊ അങ്ങനെ പോയി. പിന്നെ ബാംഗ്ലൂർ പോയി. പിന്നെ എന്തായാലും ഞാൻ ഇത് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് ജോലി വിട്ടിട്ട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത്. സച്ചിൻ എന്തെങ്കിലും കലോത്സവം അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ ഉണ്ടോ? ഈ പടം ഇറങ്ങി ഞാൻ ഒരു ആക്ടർ ആവട്ടെ, എന്നിട്ടല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. അല്ല കൊച്ചുനാൾ ഡയറക്ടർ ആവണല്ല, അതല്ല നിന്നെ ഉള്ളിലെ നടനെ നീ എപ്പോഴാണ് ആദ്യം ഞാൻ നടനാവട്ടെ, പടം ഇറങ്ങട്ടെ. മുമ്പ് എനിക്ക് അഭിനയിക്കണമെന്ന് എപ്പോഴാണ് തോന്നൽ വന്നത്? എന്റെ ഉള്ളിൽ നടൻ, അതായത് എന്റെ എനിക്ക് ചെയ്യാൻ പറ്റും, ആക്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയത് കോളേജിലൊക്കെ ആയിരിക്കും. അതിന് എനിക്ക് അങ്ങനെ ഒരു ഡാൻസ് കുറച്ച് കോകരിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് ഡാൻസ് ആയിരുന്നു മെയിൻലി. അപ്പോ അങ്ങനെ സ്റ്റേജിൽ പെർഫോമൻസും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതും അഭിനയമായിട്ടൊരു ബന്ധവും ഇല്ല. വെറുതെ പേരിന് വേണ്ടി ഞാൻ പറഞ്ഞു, കലോത്സവം എന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞു. എനിക്ക് അങ്ങനെ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം വെച്ചാണ് ഞാൻ AD ആയിട്ട് കയറിയത്. ഇപ്പൊ അഭിനയിച്ചു. അപ്പൊ എന്തായാലും പരാക്രമം എനിക്ക് 22 റിലീസ് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് സ്പെഷ്യൽസ് എന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞോളൂ. സ്പെഷ്യൽ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ പരിപാടിയൊക്കെ പോലെ ഒരു ചെറിയ സിനിമയാണ്. അങ്ങനെ ഒരിക്കലും വാഴയുടെ ഒരു വേർഷൻ അല്ല, അല്ലെങ്കിൽ ഒരു സ്പിൻ ഓഫോ അല്ലെങ്കിൽ പ്രീക്വലോ സീക്വലോ ഒന്നും അല്ല. ഇത് വേറൊരു സ്പേസ് നടക്കുന്ന ഒരു കഥയാണ്. വേറൊരു കാലഘട്ടത്തിലുള്ള കോളേജ്, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം. പിന്നെ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരു ഞങ്ങളുടെയൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ട്, ഒരു കമ്മിങ് ഓഫ് ഏജ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയൊരു എലമെന്റ്. അതെ, എല്ലാവരും കാണണം. 22 മൂവി റിലീസ് അല്ലേ? അപ്പോ
ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ മൂവി. വലിയ വിജയമാവട്ടെ. താങ്ക് യു. സന്തോഷം.